ഹായ് അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അഗാരോൻ്റെ 3 ജാർ പേഴ്സണൽ ബ്ലെൻഡറിൻ്റെ റിവ്യൂ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഈ ബ്ലെൻഡർ 400 വാട്ട്സാണ് വരുന്നത്. ഇതിൽ 3 ജാറ് വരുന്നുണ്ട്. അതിലേറ്റവും ചെറിയ ജാറാണിത്. ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത് 300 മില്ലിയാണ്. ഇനിയിപ്പോൾ ഇതാ കൂട്ടത്തിൽ ഏറ്റവും വലിയ ജാറാണിത്. ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത് 700 മില്ലിയാണ് കേട്ടോ. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് മീഡിയം സൈസിലുള്ള ജാറാണ്. ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത് 500 ml ആണ്. ഇനിയിപ്പോൾ ഇതിന് 3 ടൈപ്പിൽ ഇവർ ലിഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഫ്ലിപ്പ് ടോപ്പ് ലിഡാണ്. ഇതിൽ നമുക്ക് സ്മൂത്തി ഉണ്ടാക്കിയാലോ ഇല്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് മിൽക്ക് ഷേക്ക് കൊടുക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ജിമ്മിനെല്ലാം പോകുമ്പം സ്മൂത്തിയോ മിൽക്ക് ഷേക്കെല്ലാം ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിക്ക് നല്ല യൂസ് ആയിരിക്കും. ഇനിയിപ്പം രണ്ടാമത്തെ ലിഡ് വരുന്നത് സ്ട്രെയിനർ ലിഡാണ് കേട്ടോ. ഇത് നമുക്ക് എന്തെങ്കിലും സ്പൈസസ് എല്ലാം പൊടിച്ച് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ നമുക്ക് ആ പൊടി അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ജ്യൂസ് എല്ലാം അരിച്ചെടുക്കുക. ആ ഒരു യൂസിനാണ് ആ ഒരു സ്ട്രെയിനർ ലിഡ് വരുന്നത്. ഇനിയിപ്പം മൂന്നാമത്തെ ലിഡ് വരുന്നത് സോളിഡ് ലിഡാണ് കേട്ടോ. ഇത് നമുക്ക് എയർ ടൈറ്റ് ആയിട്ട് ജ്യൂസെല്ലാം അടച്ച് വെക്കാനും നമുക്ക് ഒരു കണ്ടെയ്നർ ടൈപ്പിൽ യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ബ്ലെൻഡറിന് 2 ടൈപ്പിൽ ബ്ലേഡ് വരുന്നുണ്ട്. ഇതിപ്പം വരുന്നത് 2 ലീഫ് വരുന്ന ഫ്ലാറ്റ് ബ്ലേഡാണ്. ഇതിപ്പം നമുക്ക് എന്താ പറയുക ഊരിയിട്ട് ക്ലീൻ ചെയ്യാനെല്ലാം നല്ല ഈസി ആയിരിക്കും കേട്ടോ. ഇത് യൂസ് ചെയ്യുന്നത് ഡ്രൈ ആയിട്ടുള്ള ഐറ്റംസ് ഗ്രൈൻഡ് ചെയ്യാൻ, സ്പൈസസ് എല്ലാം ഉണ്ടാവില്ലേ അതെല്ലാം പൊടിക്കാനെല്ലാം ഒന്ന്. ഇനിയിപ്പം രണ്ടാമത്തെ ബ്ലേഡ് വരുന്നത് ക്രോസ് ബ്ലേഡാണ്. ഇത് നമുക്ക് സ്മൂത്തി പിന്നെന്താ വെറ്റായിട്ടുള്ള ഐറ്റംസ് അല്ലേ അതെല്ലാം ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതും നമുക്ക് ഊരിയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ. ഇനിയിപ്പോൾ ലാസ്റ്റ് ആയിട്ട് വരുന്നത് മെയിൻ യൂണിറ്റ് ആണ്. ഇതിപ്പം പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, എല്ലാവർക്കും അറിയുന്നത് തന്നെ അല്ലേ. ഇനിയിപ്പം ഇതിൽ ഞാൻ ജ്യൂസ് അടിച്ചിട്ടും കൂടി കാണിച്ചു തരാം കേട്ടോ. നല്ലൊരു സ്മൂത്തി റെഡിയാക്കിയിട്ട് കാണിക്കാം. ഞാനിപ്പോൾ ഇതാ കുറച്ച് പപ്പായ ഐസാക്കി വെച്ചിട്ടുണ്ട്. അത് ചെറുതായിട്ട് കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ പഴം കൂടി കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കലാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് റെഡിയാക്കുന്ന ഒരു സ്മൂത്തിയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടെല്ലാം നമുക്ക് യൂസ് ചെയ്യാം. ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിലേ ഓട്സിലെ ഒരു ടേബിൾ സ്പൂൺ ഓട്സ് എല്ലാം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ചേർത്ത് കൊടുക്കുന്നില്ല. ഞാനിപ്പോൾ ഇതാ മൊത്തത്തിൽ കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ടിതാ ഞാൻ ഉപയോഗിക്കുന്നത് 700 ml വരുന്ന ആ ഒരു ജാറാണ്. കുറച്ച് വലിയ ജാറെന്ന് പറഞ്ഞിട്ടില്ലേ, ഏറ്റവും വലിയ ജാറെന്ന് പറഞ്ഞിട്ടില്ലേ, അതിലാണ് ഞാനിപ്പം സ്മൂത്തി റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്ക് ഏത് ജാറിലും റെഡിയാക്കാം കേട്ടോ. നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അതിനനുസരിച്ചിട്ട്. ഇനിയിപ്പോൾ ഇതാ ഞാൻ പാൽ ഒഴിച്ച് കൊടുക്കലാണ്. ആവശ്യത്തിനുള്ള പാലും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയോ ഇല്ലാന്നുണ്ടെങ്കിൽ തേന് ഹണി ഉണ്ടാവില്ലേ, ഹണിയോ ഒഴിച്ച് കൊടുക്കാം. ഇനിയിപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ക്രോസ് ബ്ലേഡാണ്. അപ്പോൾ സ്മൂത്തി വെറ്റായിട്ടുള്ള ഐറ്റംസ് എല്ലാം ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നല്ലോണം ടൈറ്റാക്കിയിട്ട് ക്ലോസ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് മെയിൻ യൂണിറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ക്ലോക്ക് വൈസിലാണ് കേട്ടോ തിരിക്കേണ്ടത്. ആൻറ്റി ക്ലോക്ക് വൈസിലാണ് നമുക്കിത് ഊരിയെടുക്കേണ്ടത്. ഇനിയിപ്പോൾ ഞാൻ സ്മൂത്തി റെഡിയാക്കിയിട്ടുണ്ട്. ഇതിപ്പം ലിഡ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പുറത്ത് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ ഫ്ലിപ്പ് ടോപ്പ് ലിഡ് വെച്ചിട്ട് ഞാൻ ക്ലോസ് ചെയ്ത് വെക്കലാണ്. ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ജിമ്മിനെല്ലാം പോകുമ്പോൾ ഇങ്ങനെ ഒരു ഷേക്കിലാക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല യൂസ് ആയിരിക്കും അല്ലേ. ഇനിയിപ്പോൾ ഇത് ഞാൻ ഗ്ലാസ്സിലും കൂടി ഒഴിച്ചിട്ട് കാണിക്കാം. അപ്പോൾ ഇതിലേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ്സും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പം സിമ്പിളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ എല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡിന്നറിൻ്റെ എല്ലാം ടൈമിൽ ഗസ്റ്റ് എല്ലാം വന്നാലും എല്ലാം കൊടുക്കാൻ പറ്റും. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇങ്ങനെ ജ്യൂസ് സ്മൂത്തി റെഡിയാക്കാത്തവരാണെങ്കിൽ ചെയ്ത് നോക്കാം. ഇനിയിപ്പം ഞാനൊരു ചട്നി റെഡിയാക്കിയിട്ട് കാണിക്കാം. ഞാനൊരു തക്കാളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മല്ലിയില വേണം. പുതിനയില ഉണ്ടെങ്കിൽ ചേർക്കണം കേട്ടോ. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ്. പുതിനയിലും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിരിക്കും. പിന്നെ ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കലാണ്. ഇതിന് പകരം കുറച്ച് വിനെഗർ ചേർത്താൽ കൂടുതൽ ടേസ്റ്റി ആവും. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ നേരത്തെ എടുത്തിട്ടുള്ള ആ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ബ്ലേഡില്ലേ അതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ചേർക്കുന്നെങ്കിൽ ചേർക്കുക, എന്നിട്ട് അടിച്ചെടുക്കുക. ഞാൻ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഞാൻ ആ ഒരു മീഡിയം സൈസിലുള്ള ജാറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിന് ഈ ഒരു ജാറിൻ്റെ ആവശ്യമില്ല. ആ ഒരു ചെറിയ ജാറില്ലേ 300 ml ആ ഒരു ജാറിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാൻ അതും കൂടി ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യലാണ്.
അപ്പോൾ ഇത് ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ചെയ്ത് നോക്കുക. നമുക്ക് ബ്രെഡിൻ്റെ കൂടെ എല്ലാം സാൻഡ്വിച്ച് എല്ലാം ഉണ്ടാക്കൂലേ, അതിൻ്റെ കൂടെ സ്പ്രെഡ് ചെയ്തിട്ട് കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ അഗാരോൻ്റെ 3 ജാർ പേഴ്സണൽ ബ്ലെൻഡർ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്കും ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക. വേണമെന്നുള്ളവർ എന്തായാലും ചെക്ക് ചെയ്യട്ടോ, നല്ല യൂസാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും, ബൈ.